എന്റെ മോനെ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണും. They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually. ചെറുക്ക് കാണാനാ വാ. Day after day, we'll make the mundane our masterpiece. Oh my, oh my love. I take one look at you, you're taking me out of the ordinary. I want you laying me down to a dead and buried. ഡബ്ലിൻ ഗൈസ്, യൂറോപ്പിലെ 7000 വർഷം പഴക്കമുള്ള 1000-ൽ താഴെ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഫെയറി ടെയിൽ വില്ലേജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾസ്റ്റാട്ട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിന്റെ കുറച്ച് വിഷയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 1997 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ആൾസ്റ്റാട്ടിന്റെ ഉപ്പ് ഖനനവും ആൽപർവ്വതങ്ങളും അവിടുത്തെ വുഡൻ ഹൗസുകളും ബാക്കി ചരിത്രവും കൂടി നമുക്കൊന്ന് കണ്ടാലും. അങ്ങനെ നമ്മൾ സ്ലോവാക്കിയിൽ നിന്ന് ഒരു കാർ എൻ്റെ അടുത്ത് നേരെ ഓസ്ട്രേലിയക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴി വൈഭാഗൻ കുറച്ച് ബിയറും വാങ്ങി വണ്ടിയിൽ നിന്ന് ഓണായി. അങ്ങനെ നമ്മൾ റൂം സ്റ്റോയിലോട്ടെത്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന കീയും കണ്ടുപിടിച്ച് നേരെ അകത്തോട്ട് കയറി. കള്ളന്മാരല്ല ഗൈസ്, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് ഇങ്ങനെ കയറുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ബാത്ടബൊക്കെ ഉണ്ടല്ലോ. റൂം അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഇത് ഞാനല്ലേ. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിട്ട കാപ്പി എടുത്ത് ബാൽക്കണിയിൽ പോയി കുറച്ച് തള്ളും പറഞ്ഞ് 10 യൂറോ വെച്ച് അടുത്ത സ്ഥലം പിടിക്കാൻ താരം. ഇതായിരുന്നു നമ്മൾ നിന്ന് ഹോം സ്റ്റേ. ഇതിൻ്റെ അപ്പുറം എന്തോ ലേക്കും കാര്യങ്ങളും, പിന്നെ അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ കാറെടുത്ത് അടുത്ത സ്ഥലം പിടിച്ചു. എന്തോ ഭാഗ്യം പോലെ ഇന്ന് അത്യാവശ്യം ലൈറ്റുള്ള ഡേ ആയിരുന്നു. പോകുന്ന വഴികളെല്ലാം കാണാൻ നല്ല രസമുള്ളതായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ പുല്ലും മരങ്ങളും ലേക്കും ഒക്കെ ആയിട്ട് നല്ലൊരു സീനറി തന്നെയായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ബാക്കി വിൻഡോ സീറ്റിൽ ഇരിക്കാനായിട്ട് എപ്പോഴും അടിയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി മാപ്പ് നോക്കി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലം കണ്ട് അവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയില്ലായിരുന്നു വലിയ നഷ്ടം തന്നെയായിരുന്നു. നിങ്ങൾ തന്നെ കണ്ടിരുന്നു, ഒരു മിനി പാരഡൈസ്. വേറൊരു വേൾഡിലോട്ട് എൻട്രി ആയ ഫീലായിരുന്നു. ക്രൗഡില്ല, വണ്ടികളുടെ സൗണ്ടില്ല, മൊത്തത്തിൽ ശാന്തമായൊരു ഫ്ലൈ. സ്വർഗത്തിൻ്റെ കവാടം പോലെ. മലയുടെ മുകളിലായൊരു പള്ളി, അവിടെ നിന്നുള്ള മണിനാഥം. താഴെയാണെങ്കിൽ കണ്ണുനീര് പോലുള്ള വെള്ളം. ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾ. സ്വർഗത്തിലേക്കുള്ള പാത പോലുള്ള ആകാശം. തികച്ചും ഒരു ഡ്രീം ലാൻഡ് തന്നെ. ആ സ്വപ്ന സ്ഥലത്തെ രാജകുമാരൻ വേറെ ആരെയല്ല ഗൈസ്, ഞാൻ തന്നെ. വെള്ളത്തിലേക്ക് നോക്കിയാൽ കല്ലുകൾ വേണമെങ്കിൽ എണ്ണാം. കണ്ണുനീര് പോലെ അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നു വെള്ളം. അങ്ങനെ അവിടുന്ന് കുറച്ച് പിക്സും വീഡിയോസും ഒക്കെ എടുത്ത് വെട്ടം പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൾസ്റ്റാറ്റിലോട്ട് വെച്ച് പിടിച്ചു. അങ്ങനെ സ്പൾബർ വണ്ടി എടുത്ത് നമ്മൾ യാത്ര തുടങ്ങി. സ്വിറ്റ്സർലാൻഡിനെ പോലെ ഉപമിക്കുന്ന സ്ഥലങ്ങളായിരുന്നു റോഡിന് ഇരുവശവും. അതിന് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടൊന്നുമില്ല, വീഡിയോയിൽ കണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളും പോകും. പോകുന്ന വഴി എനിക്കിഷ്ടപ്പെട്ട സീനറി ഇതായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ വീട്. ആ വലിയ മലയുടെ അടിയിലായൊരു തടാകം, അതിനോട് ചേർന്നുള്ള വീട്. നൈസൊരു വ്യൂ തന്നെയായിരുന്നു അത്. ഓൾസ്റ്റാറ്റിലോട്ട് പോകുന്ന വഴികളെല്ലാം വേറൊരു ലോകത്തിലോട്ട് കയറുന്ന ഫീലായിരുന്നു തരുന്നത്. നമ്മളിപ്പോൾ സ്വപ്നത്തിൽ വല്ലതാണെന്ന് തോന്നിപ്പോവും. അങ്ങനെ ഞങ്ങൾ ആൾസ്റ്റാട്ടെത്തി. ഇവിടുന്ന് കുറച്ച് നടന്നു വേണം വില്ലേജിനകത്തോട്ട് കയറാൻ. റോഡിൻ്റെ ഇരുവശങ്ങളിലായി മഞ്ഞ് വീണ് കിടക്കുന്നത് കാണായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഒരു സൈഡ് ഫുള്ള് സൺലൈറ്റ് ഇല്ല, ഫുള്ള് ഇരുണ്ട് കിടക്കുന്നു. മല സൂര്യനെ മറച്ചതാവും. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു, നിങ്ങളും കാണും. ഇങ്ങനെയൊക്കെയുള്ള സീനറി ഞാൻ വെബ് സീരീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ആ ഫെയറി ടെയിൽ വില്ലേജായ ആൾസ്റ്റാറ്റിലോട്ടുള്ള എൻട്രി. നമുക്ക് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് യൂറോപ്പിലെ സ്വർഗം. പണ്ടത്തെ രാജകുമാരൻ കഥകളിലെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഡ്രീം ലാൻഡ്. ആൾസ്റ്റാറ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വില്ലേജുകളൊന്നായിരുന്നു. 7000 വർഷം മുമ്പ് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. ഇവിടുത്തെ സാൾട്ട് മൈനിങ് ആയിരുന്നു ആൾസ്റ്റാറ്റിൻ്റെ വെളുത്ത്. മലമുകളിൽ നിന്നായിരുന്നു സാൾട്ട് മൈൻ ചെയ്തിരുന്നത്. ഇന്നും മൈനിങ് നടക്കുന്നുണ്ട്. മൈൻ ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പണ്ടുള്ളവർ ഉപയോഗിച്ച് വന്നിരുന്ന ആയുധങ്ങളും പിന്നെ അവരുടെ രീതിയും മൈൻ ചെയ്യുന്ന രീതിയൊക്കെ അവിടുന്ന് മനസ്സിലാക്കുന്നതാണ്. ലേക്കിൻ്റെ എഡ്ജിൽ ചേർന്ന് നിൽക്കുന്ന വുഡൻ ഹൗസസ് ആണ് ആൾസ്റ്റാറ്റിൻ്റെ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ. സമ്മർ ആയാലും ഓട്ടം ആയാലും വിൻ്റർ ആയാലും ഏത് സീസൺ ആയാലും ഇവിടെ ഒരു പോസ്റ്റ് കാർഡ് പോലെയാണ്.
എല്ലാ സീസണിലും ഇവിടെ വന്ന് കാണണമെന്നാണ് ചിലർ പറയുന്നത്. മുകളിലായി കാണുന്നതാണ് ചർച്ച്. ആൾസാട്ടിൻ്റെ ചർച്ച് സെമിറ്ററി വളരെ ചെറുതാണ്. സ്പേസ് ഇല്ലാത്തതിനാൽ 10 വർഷം കഴിഞ്ഞാൽ ബോൺസ് പുറത്തെടുത്ത് വാഷ് ചെയ്ത് പെയിൻറ് ചെയ്ത് ബോൺസ് ഹൗസിൽ സൂക്ഷിക്കും. പിന്നെ വുഡ് കൊണ്ടുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ടോയ്സ് ആണ് ഇവിടുത്തെ കൾച്ചറിൻ്റെ ഫുഡ്. 0% പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കാർട്ടൂണിൽ കാണുന്ന പോലെ ഉണ്ട്. എല്ലാം മേടിക്കണമെന്നുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്തുകൊണ്ടും തന്നെ ഇല്ല. വരുന്നവർ കയ്യിൽ കാശ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ പ്ലാസ്റ്റിക് അധികം യൂസ് ചെയ്യാത്തത്. വരും തലമുറക്കും കൂടി വേണ്ടി ആസ്വദിക്കാമെന്നുള്ളൊരു ഇതവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. സ്മാൾ വില്ലേജ് ആയാലും ക്വാളിറ്റി ഓഫ് ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ചീസ് കേക്കും ക്രീം റോളുമാണ് കഴിച്ചത്. ചീസ് കേക്ക് ഒരു പുളിപ്പ് പോലെ ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. പക്ഷേ ക്രീം റോൾ അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത്രയും ടേസ്റ്റുള്ളൊരു ക്രീം ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു സാധനം. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്നാണ് മേടിച്ചത്. പിന്നെ വരുമ്പോൾ പൈസ കൊണ്ടുവരണം, ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ല. Take one look at you, you're taking me out of the ordinary. I want you laying me down till we're dead and buried on the edge of your knife. ഇവിടെ ഏത് സീസൺ വന്നാലും അതിൻ്റെതായ ഭംഗിയുണ്ട്. സമ്മറിൽ പച്ചപ്പും പിന്നെ ലേക്ക് ബ്ലൂ ആയും, എന്നാൽ ഓട്ടമിൽ ഇലകളൊക്കെ പൊഴിയാറായി ഗോൾഡൻ കളറിലും, എന്നാൽ വിൻ്ററിലാണെങ്കിൽ സ്നോ ഒരു ഫെയറി ടെയിൽ പോലെയും. ഏത് സീസൺ ആയാലും അതിൻ്റെതായ ഭംഗിയാണ്. മൊത്തത്തിൽ പറഞ്ഞ ആൾസാട്ട് ഒരു റൊമാൻറ്റിക് ഫീൽ തന്നെയാണ് വരുന്നത്. വീടിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മരങ്ങളും ലേക്കിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളും ഒക്കെ ആയിട്ട് എവിടെ ഫ്രെയിം വെച്ചാലും നല്ല സീനറിയാണ്. സമ്മറിൽ വന്ന ഈ വീടുകളിലെ വിൻഡോകളെല്ലാം പൂക്കളായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് പോസ്റ്റ് കാർഡിലൊക്കെ വരുന്ന ചർച്ച്. എവിടെ നിന്ന് നോക്കിയാലും ഈ ചർച്ചിൻ്റെ ടോപ്പ് കാണാം. അങ്ങനെ നമ്മൾ 5 പേരും കൂടി അവിടെ മൊത്തം കറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്നപ്പോഴത്തേക്കും ഒരു കബാബ് കഴിക്കാൻ തുടങ്ങി. കബാബ് കഴിക്കാൻ ചെന്ന് ഷോപ്പ് നോക്കിയപ്പോഴത്തേക്കും ഒടുക്കത്തെ ക്യൂ. പിന്നെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ട് ക്യൂവിൽ നിർത്തി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. 9 യൂറോയാണ് ഈ കബാബിനായത്. ഇത്രയും നേരം കാത്തു നിന്ന് കഴിച്ചത് എന്തായാലും വെറുതെ ആയില്ലായിരുന്നു. സാധനം വെറുത്തായിരുന്നു. കബാബൊക്കെ കഴിച്ച് മരത്തിൻ്റെ ഇടയിൽ കഥയും പറഞ്ഞിരുന്നപ്പം ജോൺ വിക്കിലെ ബ്രലനീനി മൂവിയിൽ ആൾസാട്ട് ഫുൾ കാണിക്കുന്നതെന്നാണ് ഫ്രണ്ട് പറയുന്നത്. ഞാൻ ആ മൂവി കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മലയുടെ മുകളിലെ വ്യൂവും കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് കേബിൾ ട്രക്കും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിനകത്തൊരു തല വെച്ചില്ല. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കണമായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റായ വിയന്നയിലോട്ടാണ്. പോകുന്ന വഴിയിൽ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഇവിടുത്തെ ഓർമ്മയ്ക്കായി മേടിച്ചു വയ്ക്കാമെന്ന് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കിലൊക്കെ മാഗ്നറ്റ് കാണും. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാ. ഫ്രണ്ട്സാണ് ഇതിന് സൊവനീരോ അങ്ങനെ എന്താണ്ട് പറയുന്നത്. എവിടെ പോയാലും ഇതൊരെണ്ണം മേടിച്ചു വയ്ക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനും വാങ്ങിച്ചൊരെണ്ണം. വിൻ്ററിൽ വന്നുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരെണ്ണമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് ഇത്? ഇവരൊക്കെ സ്ഥിരം ട്രിപ്പ് പോകുന്നതാണ്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുടെയും മിക്ക സ്ഥലങ്ങളുടെയും സുവനീർ ഇവരേലുണ്ടെന്നാണ് പറയുന്നത്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സുവനീരിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഷോപ്പിൻ്റെ അകത്തോട്ട് നോക്കി ഓരോ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അന്തം വിട്ടുപോയി ഗൈസ്. എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരാനായിട്ടായി വീടിൻ്റെ ആധാരം ആദ്യമേ ബാങ്ക് വെച്ചുകൊണ്ട് വേണ്ട വെച്ചു. നിങ്ങൾ ഒരിക്കലെങ്കിലും ആൾസാട്ട് വിസിറ്റ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളിയും ശാന്തവുമാണ് ഇവിടം. ആൾസാട്ട് എന്തുകൊണ്ട് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ 8 രാജ്യങ്ങളായി കണക്ട് ചെയ്ത് കിടക്കുന്ന ആൽപ്സ് മൗണ്ടൈൻ, പിന്നെ ക്രിസ്റ്റൽ ലേക്ക്, ഫെയറി ടെയിൽ വുഡൻ ഹൗസുകൾ. ഇതിൻ്റെ ബാക്കി കാഴ്ചയായ വിയന്നയിലെ വിൻ്റർ മാർക്കറ്റും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണും. അതുമാത്രമല്ല, ഈ ക്രിസ്മസ് 25 നമ്മളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കൺട്രി കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോബ്രി ഡെൻ ഗൈസ്, ചൂസ്. ഇങ്ങനെ ആൾസാട്ട് കണ്ടി അങ്ങനെ ഇറങ്ങുക ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു. ഒടുക്കത്തെ ഫീലിങ് നിങ്ങൾ തന്നെ കാണും. അയ്യോ, ഇത്ര നേരം കൈയൊക്കെ മരവിച്ചിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. അയ്യോ,
തണുക്കുന്നു, ഓടിയിട്ടും തണുക്കുന്നു. ഇതിനകത്ത് മഞ്ഞാണ് ഗൈസ്, മഞ്ഞാണ് ഇരിക്കുന്നത്. ദേഹത്ത് മൊത്തം മഞ്ഞായി. ഈ തട്ടിക്കളിച്ചപ്പോൾ ദേഹത്ത് മൊത്തം മഞ്ഞായി. മൊബൈൽ തിരിക്കാൻ പോയ കൈ അത്രയ്ക്ക് മറിയിച്ച് മഞ്ഞായിട്ടിരിക്കുക.